സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശമേകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ച് മേപ്പാടം സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. ചിറങ്കോണം കുര്യൻസ് ആർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേലക്കരയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചിരിക്കും. കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം. തെരഞ്ഞെടുപ്പ് തീയതിക്ക് തൊട്ടുമുമ്പുള്ള നാടകം. തിരുവല്ലോമലയിൽ പണിതീരാത്ത MCF ഉദ്ഘാടനം ചെയ്തതിൽ ഹരിതകർമ്മസേനയുടെ കടുത്ത പ്രതിഷേധം. തിരുവല്ലോമല ഗ്രാമപഞ്ചായത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാനിരിക്കെ നിർമ്മാണം പൂർത്തിയാക്കാത്ത MCF കെട്ടിടം ധൃതിപ്പെട്ട് ഉദ്ഘാടനം ചെയ്തത് വൻ പ്രതിഷേധത്തിന് വഴിവെച്ചു. യാതൊരുവിധ പ്രാഥമിക സൌകര്യങ്ങളുമില്ലാതെയും പണികൾ പൂർത്തിയാക്കാതെയുമാണ് പഞ്ചായത്ത് ഈ പരിപാടി നടത്തിയത്. എന്തൊരു കാര്യത്തിന് ഉദ്ഘാടനത്തിന് വിളിച്ചാൽ ഞങ്ങൾ ഇവിടെ എത്താറുണ്ട്. ഒരു ഭക്ഷണം കഴിക്കാൻ അന്യന്റെ റബ്ബർ തോട്ടിൽ പോയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ അവിടെ കിടക്കണം. ഒരു അടിസ്ഥാന സൗകര്യം അവിടെ ഇല്ല. അപ്പൊ പ്രസിഡന്റിനോട് ഞങ്ങൾ ചോദിച്ചു. അപ്പൊ ഈ ബുക്കിലും കുപ്പിച്ചിലും ബാഗൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ 5 വർഷമായിട്ട് ഇത് എടുത്തിട്ടില്ല. അപ്പൊ ഇത് എടുക്കാൻ വീട്ടുകാർ പറയുമ്പോ ഇവര് അവിടെ ഒരു സാധനം അനാവശ്യമായിട്ട് ഇപ്പൊ റെന്റിന് എടുത്ത സ്ഥലത്ത് കൊണ്ടിടരുതെന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ പറഞ്ഞത് എടുക്കാൻ സൗകര്യമില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ പഞ്ചായത്തിൽ നിന്ന് ഇങ്ങനെ സാധനങ്ങൾ എടുത്തെന്ന് പറഞ്ഞിട്ട് എന്തിനാ ഞങ്ങളത് അച്ചടിച്ചിറക്കി ഞങ്ങൾ ചോദിച്ചു. അപ്പം ഞങ്ങൾക്ക് ഇനി 6 മാസം വരെ ഇത് ഉറപ്പ് തരാൻ പറ്റും. അത് ഉറപ്പ് തരാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ചോദിക്കുന്നത്, നിങ്ങൾ ഇത്രയും ആൾക്കാരുണ്ടായിട്ട് ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ നിങ്ങളെ കൊണ്ട് ഈ സ്ഥലം കണ്ടുപിടിക്കാൻ സാധിച്ചോ? ഞാനല്ലേ കണ്ടുപിടിച്ചത്. ഈ ഞാൻ എന്ന് പറയുന്ന ആള് ഈ തിരുവല്ലാമല പഞ്ചായത്തിന്റെ ആരാണ്? പ്രസിഡന്റ് ആണോ? അപ്പൊ പ്രസിഡന്റിന് അതിന് ചുമതലയുണ്ടോ? ഈ ഒരു ചോദ്യം ഞങ്ങളോട് തിരിച്ചു. ഹരിതകർമ്മ സേനാംഗങ്ങളെ പോലും കൃത്യമായി അറിയിക്കാതെ ഉദ്ഘാടനം നടത്തുന്നതിന് 1 മണിക്കൂർ മുമ്പ് മാത്രമാണ് ഗ്രൂപ്പിൽ സന്ദേശം നൽകിയത്. നിലവിൽ പട്ടിപ്പറമ്പിലെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന MCFന്റെ കരാർ കാലാവധി അവസാനിക്കാറായിട്ടും പുതിയ കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കാതെ ഉദ്ഘാടനം നടത്തിയതിലും MCF നിർമ്മാണത്തിനായി വകയിരുത്തിയ തുകയുടെ കാര്യത്തിൽ വ്യക്തതയില്ലാത്തതിലും ഹരിതകർമ്മസേന കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. ഹരിതകർമ്മസേന ഈ പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നു. ഇതുവരെ ഞങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറയാന്നല്ലാണ്ട് ഞങ്ങൾക്ക് ഇതുവരെ ചെയ്തു തന്നിട്ടില്ല. ഇപ്പൊ ഈ ഇറങ്ങേണ്ട സമയത്ത് ഇവര് ധൃതി പിടിച്ച് ഇപ്പൊ ഒരു പണി പൂർത്തിയാവാതെ അത് നാട മുറിച്ച് അവർ ഉദ്ഘാടനം കഴിക്കുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് അതിനോട് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതിൽ പ്രതിഷേധിച്ച് ഹരിതകർമ്മസേനയിലെ അംഗങ്ങൾ പഞ്ചായത്തിൽ പ്രതിഷേധിക്കുകയുണ്ടായി. CDS ചെയർപേഴ്സൺ അംബിക രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധക്കാർക്ക് പിന്തുണ നൽകി സംസാരിച്ചു. തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൻ്റെ MCF കെട്ടിടം ഇന്ന് അപ്പേക്കാട്ട് പഞ്ചായത്ത് ഉദ്ഘാടനം ചെയ്തതായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. ഒരാൾ പോലും അറിയിക്കാതെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് ആരെയും അറിയിക്കാതെ ആ പ്ലാന്റിൽ പണിയെടുക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല. പോയിട്ട് എന്തിനാണ് ഈ തരത്തിൽ ഒരു നാടകം നടത്തിയത്? കാരണം അവിടെ യാതൊരു തരത്തിലുള്ള പണി പൂർത്തിയാക്കലും ചെയ്തിട്ടില്ല. 34 സ്ത്രീകൾ, ഇനി 2 വാർഡ് കൂടി ഇവിടെ അധികം ആയിട്ടുണ്ട്. 38 സ്ത്രീകൾ പണിയെടുക്കേണ്ട ഒരു തൊഴിലിടമാണത്. കാരണം നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും അതായത് ഖരമാലിന്യങ്ങൾ കൊണ്ടുപോയി സംസ്കരിക്കുന്ന നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അവിടെ ഒരുക്കാതെയാണ് പഞ്ചായത്ത് ഈ MCF ഉദ്ഘാടനം ചെയ്തതായിട്ട് നാളത്തെ പത്രങ്ങളിൽ അവർ വാർത്ത കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അത് ഞങ്ങൾക്ക് അനുവദിക്കാൻ സാധിക്കില്ല. കാരണം CDS ചെയർപേഴ്സൺ എന്ന നിലയിൽ ഹരിതകർമ്മ സേനയുടെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ അവർ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുന്നിൽ നിന്ന് അതിനെതിരെ പ്രതികരിക്കേണ്ടതും ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കുന്നു. അവർക്ക് വേണ്ട സഹായങ്ങൾ ഈ ഭരണസമിതി എന്തുകൊണ്ടാണ് ഒരുക്കി കൊടുക്കാത്തതിൻ്റെ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുകയാണ്. CCV ന്യൂസ്, തിരുവല്ലോമല.